സിദ്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ റാഗി വെച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ തണുപ്പ് കാലമൊക്കെ വരുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ ഇതുപോലത്തെ സൂപ്പൊക്കെ കഴിക്കുകയാണ് ഷുഗറുള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഈ ഒരു റാഗി സൂപ്പ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ നമുക്ക് റാഗി സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്പ്രൗട്ടഡ് റാഗി പൗഡറോ അതല്ലെങ്കിൽ റാഗി പൗഡറോ ചേർക്കാവുന്നതാണ്. സ്പ്രൗട്ടഡ് റാഗി പൗഡർ ആണെങ്കിൽ കുറച്ചും കൂടി വൈറ്റമിൻസ് ഒക്കെ കൂടുതലായിരിക്കും. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ സ്പ്രൗട്ടഡ് റാഗി പൗഡറും കിട്ടുന്നതല്ല. സാധാ റാഗി പൗഡർ ആയാലും കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള റാഗി പൗഡർ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. 2 ടേബിൾ സ്പൂൺ റാഗി പൗഡറിലേക്ക് നമ്മൾ 1/2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇത് സാധാരണ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ്. നമുക്ക് ഈ റാഗി പൗഡർ നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടകളില്ലാത്ത രീതിയിലൊന്നും മിക്സായി വരണം. അപ്പോൾ വളരെ ഹെൽത്തിയാണ് റാഗി കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനോ അതല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയതാണ് റാഗി. കൂടാതെ റാഗിയിൽ അയൺ കണ്ടൻറ്റും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിന് റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ്. സാധാരണ റാഗി കഴിക്കാൻ പലർക്കും മടിയായിരിക്കും, കാരണം അതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഒന്നും ഉള്ളതല്ല. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടാണ് ഇന്നത്തെ റാഗി സൂപ്പ് തയ്യാറാക്കുന്നത്. അങ്ങനെ റാഗി പൗഡറൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട കുറച്ച് വെജിറ്റബിൾസും കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് ഒന്നും ഉപ്പുവെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാബേജ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ബ്രൊക്കോളി എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു പച്ചമുളകും ഒരു 4 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിൾസ് ആണോ അവൈലബിൾ ആയിട്ടുള്ള ആ വെജിറ്റബിൾസൊക്കെ റാഗി സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ചേർക്കാവുന്നതാണ്. കൂടാതെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സ്വീറ്റ് കോണും കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെച്ചിട്ടാണ് ഞാൻ എല്ലാ വെജിറ്റബിൾസും എടുത്തിരിക്കുന്നത്. എപ്പോഴും വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നന്നായി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് സൂപ്പ് എങ്ങനെ തയ്യാറാക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിനകത്ത് സൂപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ചേർക്കുന്നത് ബട്ടറാണ്. ബട്ടർ ചെറുതായിട്ട് മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഗാർലിക്ക് ചേർക്കാം. പൊടിയായി അരിഞ്ഞിട്ടുള്ള ഗാർലിക്ക് 1.5 ടേബിൾ സ്പൂണ്. ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞ് ചേർക്കാം. ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള സവാള, പൊടിയായി അരിഞ്ഞിട്ടുള്ള സവാളയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ്. സവാള ബ്രൗൺ നിറമൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ഓരോന്ന് ചേർക്കാം. സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ ചേർക്കാറുള്ളതാണ് സെലറി. നമുക്ക് സെലറി ഇതിലേക്ക് ചേർക്കാം. സവാളയും വെളുത്തുള്ളിയും സെലറിയൊക്കെ നന്നായി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ഓരോന്ന് ചേർക്കാം. ആദ്യം ചേർക്കുന്നത് ക്യാരറ്റാണ്. പിന്നെ ഇതിലേക്ക് പൊടിയായി അരിഞ്ഞിട്ടുള്ള ക്യാബേജ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് സ്വീറ്റ് കോൺ ചേർക്കാം. 2 സ്വീറ്റ് കോൺ ആയതുകൊണ്ട് തന്നെ ഒന്ന് കഴുകി എടുത്തിട്ട് വേണം ചേർക്കാൻ. അതിൻ്റെ കൂടെ തന്നെ ബ്രക്കോളി അരിഞ്ഞ് ചേർക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് ചേർക്കാവുന്നതാണ്. ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞ് ചേർക്കാം. ക്യാപ്സിക്കം ഞാനിപ്പോൾ ഗ്രീൻ കളർ മാത്രമാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ കളർ അവൈലബിൾ ആയിട്ടുണ്ടോ അതെല്ലാം ചേർക്കാവുന്നതാണ്. അതിനുശേഷം ബട്ടറിൽ നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ പകുതി മഞ്ഞൾപ്പൊടി ചേർക്കാം. പ്രത്യേകിച്ച് മഞ്ഞുകാല സമയത്തൊക്കെ ചുമയും കഫക്കെട്ടൊക്കെ വരുന്നതാണ്. അതൊക്കെ തടയുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കുറുക്കുമീൻ അടങ്ങിയിട്ടുള്ള മഞ്ഞൾപ്പൊടി. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ തരിതരിപ്പായി പൊടിച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർക്കാം. അങ്ങനെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ നന്നായൊന്ന് വെജിറ്റബിൾസായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നത് ചൂടുവെള്ളമാണ്. 2 കപ്പ് വെള്ളം ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. അത് നമുക്കിതിലേക്ക് ചേർക്കാം. തണുപ്പ് കാലം അഥവാ മഞ്ഞുകാലമൊക്കെ വരുന്ന സമയത്താണ് ചുമ, കഫക്കെട്ട് തുടങ്ങിയ അസുഖങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ പ്രതിരോധശേഷിയൊക്കെ നന്നായി കുറഞ്ഞു വരുന്ന സമയമാണ് തണുപ്പ് കാലം. അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ ഡിന്നർ സമയത്തൊക്കെ ഈ ഒരു രീതിയിൽ സൂപ്പൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് ശരീരത്തിന് വളരെയധികം ആരോഗ്യം നൽകുന്നതാണ്. ഇങ്ങനെ അടച്ചു വെച്ച് തിളപ്പിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ച് കിട്ടുന്നതാണ്. ചെറുതായിട്ടൊരു തിളയൊക്കെ വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള റാഗി മിക്സ് ചേർക്കാം. ഞാനത് ചെറുതായിട്ടൊരു തിളയൊക്കെ സൈഡിൽ കൂടെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. റാഗി മിക്സ് ചേർക്കുന്ന സമയത്ത് നന്നായൊന്ന് ഇളക്കിയിട്ട് വേണം ചേർക്കാൻ. എങ്കിലാണ് നന്നായി വെള്ളമായിട്ട് നന്നായി മിക്സായി വരുള്ളൂ. അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയുള്ളൂ.
അങ്ങനെ എന്താ റാഗി മിക്സൊക്കെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി റാഗി മിക്സും ചേർത്ത ശേഷം നന്നായി വെട്ടിത്തിളയ്ക്കണം. അങ്ങനെ റാഗിയും കൂടി ചേർത്ത ശേഷം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. കാരണം റാഗിക്ക് കുറച്ച് വേവ് കൂടുതലുള്ളതാണ്. അങ്ങനെ റാഗി വേവുന്നതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായി തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെന്താ നമ്മുടെ സൂപ്പൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ നമ്മുടെ റാഗി സൂപ്പൊക്കെ വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പും അതുപോലെ തന്നെ എരിവൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാം. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അല്പം ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എല്ലാവരും ഡെയിലി റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ റാഗി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ ഒരു രീതിയിൽ വെജിറ്റബിൾസൊക്കെ ചേർത്ത് സൂപ്പൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. പ്രത്യേകിച്ചും ഈ തണുപ്പൊക്കെ വരുന്ന സമയത്ത് ഡിന്നറായിട്ട് ഒരു റാഗി സൂപ്പൊക്കെ കഴിക്കുന്നത് ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. കാരണം നമ്മൾ ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള സോസുകളും ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ റാഗി തിക്കാവാൻ വേണ്ടിയിട്ട് കോൺഫ്ലവറും മിക്സ് ചെയ്യുന്നില്ല. റാഗി സൂപ്പ് ഇരിക്കും തോറും തിക്കായി വരുന്നതാണ്. അങ്ങനെ നമ്മുടെ റാഗി സൂപ്പൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഓരോരുത്തർ സൂപ്പിൻ്റെ തിക്നെസ്സിനനുസരിച്ച് നന്നായി കുറുക്കിയെടുക്കുകയോ അല്ലെങ്കിൽ ലൈറ്റാക്കി എടുക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് തിളപ്പിച്ചെടുത്തിരിക്കുന്നത്. വല്ലാണ്ട് തിക്കായിട്ടുള്ള സൂപ്പല്ല ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ റാഗി സൂപ്പൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്കിത് സൂപ്പ് ബൗളിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമുക്ക് ചൂടോടുകൂടി തന്നെ സൂപ്പ് ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പം ഞാൻ റാഗി ഇഷ്ടമില്ല എന്ന് കരുതിയിട്ട് കഴിക്കാതിരിക്കേണ്ട. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിപ്പോൾ ഈ ഒരു സൂപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറുനാരങ്ങ നീരാണ്. അപ്പോൾ എപ്പോഴും സെർവ് ചെയ്യുന്ന സമയത്ത് വേണം ഈ ഒരു ചെറുനാരങ്ങ നീര് മിക്സ് ചെയ്യാൻ. ഒരു 1/2 ടീസ്പൂൺ തൊട്ട് ഒരു 3/4 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. അങ്ങനെ ചെറുനാരങ്ങ നീരും ചേർത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സൂപ്പിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിയില എന്ന് വയ്ക്കുന്നുണ്ട്. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള റാഗി സൂപ്പാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ റാഗി ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഒന്ന് കൺട്രോൾ ആവുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.